Okay. So good morning, everyone. Once again, let's begin. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗിൽ നമ്മളുടെ മെഡിറ്റേഷൻ കഴിഞ്ഞു. അതേപോലെ തന്നെ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ ഓരോ ദിവസത്തെ മെഡിറ്റേഷൻ നിങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസും ആ ഒരു ചേഞ്ചസ് സംഭവിക്കുന്നതിന്, മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സംഭവം ആരംഭിക്കാം. സോ നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യുക. എന്തെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി. നമ്മളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ 30 ഡേയ്സ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നാളെ നമ്മളുടെ ഫുൾ ഡേ പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പ്രോഗ്രാമിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം സീറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി 2 പേർക്കുള്ള സീറ്റ് കൂടെ ബാക്കിയുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഗുഡ് ഓക്കെ. യെസ് സുരാജ്, യെസ്, താങ്ക് യു സോ മച്ച്. സോ ഓൺലി ഫ്യൂ സീറ്റ്സ്, അതായത് 2 സീറ്റ്സ് കൂടെ ബാക്കിയുള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ? നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സംഗതികളിൽ വലിയ റിസൾട്ട് വരാൻ, നമ്മുടെ ലൈഫിൽ വലിയ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായോ? എന്താണ് അവസ്ഥ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനർജി ഫീൽ ചെയ്യുന്നു. ഓക്കെ, മറിയം പറയുന്നു ഓക്കെ, എനർജി ഫീൽ ചെയ്യുന്നു. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. വേറെ എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഷെയർ ചെയ്യാവോ? എന്തെല്ലാം ഈ പ്രോഗ്രാം കൊണ്ട് ഉപകാരമുണ്ടായി? മോർണിംഗിലുള്ള മെഡിറ്റേഷൻ നിർത്തണോ? നമ്മൾ മോർണിംഗിലുള്ള മെഡിറ്റേഷൻ കൊണ്ട് ഉപകാരമൊന്നും ഇല്ലേ? ഉപകാരം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. നിർത്തണോ? നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മോർണിംഗിൽ മെഡിറ്റേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ കിടന്നുറങ്ങാം. നമുക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് വെച്ചാൽ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുക, എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ പറയുക. അപ്പോഴല്ലേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്കുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. എന്തൊക്കെ സംഭവിച്ചു? എന്തെല്ലാം മാറ്റങ്ങളുണ്ട്? ദേഷ്യം കുറഞ്ഞോ? സമാധാനം വർദ്ധിച്ചോ? എന്താണ് നിങ്ങളിലുണ്ടായ മാറ്റം? എന്താണ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ് ഷീല പറയുന്നു. പറയൂ, നിങ്ങൾ പറയൂ. എന്താ വെച്ചാല് എന്താണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അകക്കണ്ണ് തുറന്ന് കിട്ടി എന്ന് പറയുന്നു. സ്മൈൽ. ഓക്കെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ പറഞ്ഞോളൂ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. പറഞ്ഞോളൂ. എന്താണ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സാറേ നന്ദി. സാറേ ഞാൻ എറണാകുളം നമ്മുടെ മീറ്റിൽ പങ്കെടുത്തായിരുന്നു. അതിനു മുമ്പ് സാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മുടെ ഒരു മീറ്റ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ മോട്ടിവേഷൻ കൊണ്ട് മാത്രം കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അന്ന് എറണാകുളത്ത് മീറ്റിന് പങ്കെടുത്തത്. ആ മീറ്റിൽ നമുക്ക് കിട്ടിയ ഹീലിംഗ് തെറാപ്പി സിസ്റ്റം, അതുപോലെ തന്നെ സാറിന്റെ ഡയറക്റ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്, അതൊക്കെ സത്യം പറഞ്ഞ അങ്ങനെ വന്ന് അതിൽ പങ്കെടുത്തതാണ് വലിയ മാറ്റങ്ങൾ, വലിയ സാധ്യതകൾ തുറന്നു കിട്ടി എന്നുള്ളതാണ്. നമുക്ക് അതുവരെ ആ ഒരു സാധ്യത, അതിന്റെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ, അല്ലെ നമ്മളെ മനസ്സിനെ, മെന്റലിനെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വർക്കൗട്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഹീലിംഗ് തെറാപ്പി കൊണ്ട് ഞാനൊരു 2 വിഷയത്തിനാണ് അവിടെ വന്നത്. 2 പ്രധാനപ്പെട്ട വിഷയത്തിനായിരുന്നു. സാറിനോട് ഒത്തിരി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷെങ്കിൽ നമ്മൾ ആ ഹീലിംഗ് പങ്കെടുത്തപ്പോൾ, നമ്മൾ ടാപ്പ് ചെയ്ത് പങ്കെടുത്തപ്പോൾ, സത്യം പറഞ്ഞാൽ അതിന്റെ സിസ്റ്റം മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിലും നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. ആ ഒറ്റ ഒരു മെത്തേഡ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും ആ ഒരു സിസ്റ്റം മതി എന്ന് മനസ്സിലാക്കി. ഹീലിംഗ് സിസ്റ്റം, തെറാപ്പി ടെക്നിക്ക് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് അത് മാറി കിട്ടുന്നുള്ളതിനപ്പുറം വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടിയത്. വലിയൊരു മുമ്പിൽ വരുന്ന നമ്മുടെ അകക്കണ്ണ് തുറന്നിട്ട് എന്ത് വിഷയങ്ങൾക്കും പരിഹരിക്കാൻ പറ്റുന്ന, ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്കൊക്കെ ഓപ്പൺ വലിയ രീതിയിൽ നമുക്ക് തുറന്നു കിട്ടുന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ചെറിയൊരു വിഷയത്തിൽ പോലും ഡയറക്റ്റ് സാറിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത് കിട്ടിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 2-3 വിഷയങ്ങളിലൊക്കെ എനിക്ക് പരിഹാരം കിട്ടുന്നുള്ള നല്ല പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. എങ്കിലും ഏതായാലും ഇങ്ങനെ ഒരു അവസരം തന്ന കണ്ടുമുട്ടാൻ പറ്റിയ സാറിന് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് നന്ദിയുണ്ട് സാറിന്റെ ടീമിനോട്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഡയറക്റ്റ് സാറിന്റെ മീറ്റിംഗിൽ ഡയറക്റ്റ് പങ്കെടുക്കുന്ന വൺ ഡേ പ്രോഗ്രാമിലും മറ്റ് പ്രോഗ്രാമിലും പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇത്ര നാളും നമ്മളിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. എല്ലാവരും വിനിയോഗിക്കുക. താങ്ക് യു സാർ. താങ്ക് യു ഇസ്മായിൽ സാഹിബ്. അദ്ദേഹം കോട്ടയത്ത് നിന്ന് അല്ലേ? കോട്ടയമല്ലേ? താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. കാഞ്ഞിരപ്പള്ളി. ഓക്കെ. അപ്പം അദ്ദേഹം കോട്ടയം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത്. കാലിക്കറ്റ് നമ്മുടെ പ്രോഗ്രാം നാളെ നടക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തന്നെയാണ്, നേരിട്ടുള്ള നമ്മുടെ സെഷനിലേക്ക് എന്ത് ചെയ്യുക, വരിക, വന്നിട്ട് എന്താ വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം. പറഞ്ഞോളൂ. സുരാജ് ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. സൂരജ് ആണോ സുരാജ് ആണോ എന്ന് എനിക്കറിയാം, പേര് മാറിപ്പോയതാണ്. നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹം. ഓക്കെ. ദേഷ്യം നന്നായി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഏത് സിറ്റുവേഷൻ സ്കൂളിലായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പൊ ഇസ്മായിൽക്ക് പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഓൺലൈനിൽ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടായിരുന്നെങ്കിലും നേരിട്ട് നമ്മൾ ചെയ്തപ്പോഴാണ് വലിയ റിസൾട്ടിലേക്ക് അത് എത്തിച്ചത്, അല്ലെങ്കിൽ കറക്റ്റ് ക്ലാരിറ്റി കിട്ടിയത്, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റിസൾട്ടും സംഗതികളും കിട്ടിയത്. ദാറ്റ് ഇസ് എ വൺ തിങ് ഹി ഷെയർഡ്. ഓക്കെ. അപ്പോൾ വേറെ ആരോ ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആരാണ്? പറഞ്ഞോളൂ. ആരൊരാള് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. ഹലോ, ആരോ ഒരാൾ സംസാരിച്ചിരുന്നു. ഓക്കെ ഓക്കെ. പറയൂ, എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ്? ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം പലരും മെഡിറ്റേഷനിൽ വരുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? പല ആൾക്കാരും എന്താ വെച്ചാൽ ശനിയാഴ്ച കിടന്നുറങ്ങുന്നവരുണ്ടോ. കുറച്ചുകൂടെ മഴയും കൂടെ ആയതുകൊണ്ട് എന്ത് വെച്ചാണെന്ന് തോന്നുന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞോളൂ. ഞാൻ സുവൈനയാണ്. സുബൈല പറയൂ. ഞാന് സത്യം പറഞ്ഞാൽ ഈ ഒരു മോർണിംഗ് മെഡിറ്റേഷനിൽ വന്നതിന് ശേഷമാണ് കറക്റ്റ് ഒരു ടൈമിങ്ങില് മോർണിംഗിൽ എണീക്കണത്, ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ട് വന്നതൊക്കെ എനിക്ക് സാറിന്റെ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷമാണ്. ഒരു 6 മണി ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ആ മെഡിറ്റേഷനിൽ വന്നിരിക്കണം എന്നുള്ളതുകൊണ്ട് അതിന് മുന്നേ എണീക്കുന്നതും അതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും നേരത്തെ അതിനനുസരിച്ച് എണീക്കാനൊക്കെ കഴിഞ്ഞത് ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളും കിട്ടിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ EFT ആണെങ്കിൽ തന്നെ ഞാൻ സാറിന്റെ ഒരു കോഴ്സിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓഫ്ലൈനിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കാലിക്കറ്റില് വൺ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ക്ലാസ്സിൽ ഉണ്ടെങ്കിലും എനിക്ക് ക്ലാസ് ശരിക്കും പറഞ്ഞാല് നല്ല പക്കായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാല് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ചെറിയ കുട്ടികളായ കാരണം കുറെയൊക്കെ മിസ്സായ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാനിപ്പോ ഇങ്ങനെ ഓരോന്ന് സാറിന്റെ വീഡിയോസ് തന്നെ അങ്ങനെ ഓരോന്ന് പിന്നെ കണ്ടിങ്ങനെ ഓരോന്ന് നോട്ട്സ് എഴുതി വരുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ടില്ല എപ്പോഴും ഉണ്ടത്. പക്ഷെ അതിനിടയിലാണെങ്കിലും നമുക്ക് എത്ര നമ്മളിങ്ങനെ ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാലും ശരിക്കും നേരിട്ട് അറിയണതിന്റെ ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലിപ്പോ നമുക്ക് ഒറ്റയ്ക്ക് EFT ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് അവിടെ വന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് ചെയ്തപ്പോ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ചെയ്ത. അതിന്റെ ശേഷം പിന്നീട് ഞാൻ വീട്ടിലിരുന്ന് ഇനിയിപ്പോ ആളുകളുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യൽ തുടങ്ങി. ആ ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്കത് പിന്നെ വീട്ടിലായപ്പോഴും കറക്റ്റ് ആയിട്ട് അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് സാർ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു താങ്ക് യു പറയാനുണ്ട് സാർ അടുത്ത്. അതുപോലെ ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മനെ ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഉമ്മ വന്ന് അവിടുത്തെ ആ ഒരു ഓഫ്ലൈനിലുള്ള എക്സ്പീരിയൻസ് അറിഞ്ഞതിന് ശേഷം ഈ 30 ഡേയ്സിന്റെ പ്രോഗ്രാമിൽ ഉമ്മാനെ അറ്റൻഡ് ചെയ്യിക്കണം എന്നാണ് ഞാനും എൻ്റെ സിസ്റ്റർ ഹുഷൈന അവരും കരുതിയിട്ടുള്ളത്. അവളും ഇതുപോലെ ഞാൻ ഒറ്റക്കാ പോണത്, എന്റെ കൂടെ വരുമോ എന്നുള്ള അതിൽ ചോദിച്ചിട്ടാണ് ഞാൻ അവളെ ആ പ്രോഗ്രാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ വന്ന് EFT ചെയ്തപ്പോ ഉണ്ടായ സാറിന്റെ ക്ലാസ്സുകളൊന്നും നമ്മൾ ആദ്യം കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ അങ്ങനെ ഇതുപോലെ യൂട്യൂബിൽ ഇത് ഇങ്ങനെ ഇതിന്റെ ഈ മോർണിംഗ് ക്ലാസ്സിന്റെ ലിങ്ക് അവൾക്ക് അയച്ചു കൊടുക്കും. പക്ഷെ അത് അവള് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ വന്ന് EFT അവള് ചെയ്തപ്പോ അവളില് എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടാണ് അവള് 30 ഡേയ്സിന്റെ കോഴ്സ് ചെയ്ത്
അവള് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്നെക്കാൾ കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത് അവൾക്കാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ അവളെ കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്നെക്കാൾ കൂടുതൽ ചേഞ്ച് അവളാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പോ ഞാൻ അവളടുത്ത് ചോദിക്കും, ഇത് ശരിക്കും ഇങ്ങനെയല്ലേ? അപ്പോഴേ പറഞ്ഞത്, ഇത് ശരിക്കും ആ ക്ലാസ് ശരിക്കും ഫുള്ളായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ്, കറക്റ്റ് ചെയ്യാൻ ഒന്നും കൂടെ അത് കേട്ട് നോക്കുക, അപ്പൊ എനിക്ക് റെഡി ആവും. അങ്ങനെ അവളാ ശരിക്കും സാറിന്റെ എല്ലാ ക്ലാസ്സും ഒരു പോയിന്റ് പോലും വിടാതെ ചെറിയ ചെറിയ ടോപ്പിക് വരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോഴാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എന്റെ കുട്ടികളുടെ ഇടയിലായതുകൊണ്ടായിരിക്കാം ഞാൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ശരിക്കും ഇപ്പോഴും റിവൈൻഡ് ചെയ്ത് കേട്ട് ഇപ്പൊ കറക്റ്റ് ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഇത് വെരി ഈ ഒരു ഇത് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ കുടുംബത്തിന് മൊത്തത്തിൽ ഇതുകൊണ്ട് ചേഞ്ചസ് വരും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. അതുകൊണ്ട് ഇനി ഓരോരുത്തരായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓ വെരി താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സോ മച്ച് സുവൈന, താങ്ക് യു സോ മച്ച്. അതായത് സുവൈന ഷെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ട് EFT മനസ്സിലാക്കുകയും സുവൈന പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ സെഷനുകളിൽ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ചേഞ്ച് ഉണ്ട്. അതങ്ങനെ അനുഭവിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ സിസ്റ്റേഴ്സിനെ ഞാൻ ഇതിലേക്ക് പങ്കെടുപ്പിച്ചു. ഇതേപോലെ തന്നെയാണ് എൻ്റെ സിസ്റ്റേഴ്സിനെ പങ്കെടുപ്പിച്ച് അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് പഠിച്ച് മനസ്സിലാക്കിയെടുത്ത് അവരതിൻ്റെ നല്ല രീതിയിലേക്ക് അത് മനസ്സിലാക്കിയപ്പോൾ അവരിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം, ആ മാറ്റം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് തന്നെ സൊല്യൂഷൻസ് കണ്ടെത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു 3, 4, 5 ആൾക്കാരൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പഠിക്കുന്നതോടുകൂടി നമ്മൾ വേറൊരാളെയും കൂടി പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അയാൾ വേറൊരാളെ കൊണ്ടുവരും. അങ്ങനെ ആ കുടുംബത്തിൽ ഒരു പുതിയ പ്രതീക്ഷ ഈ EFT എന്ന് പറയുന്ന ഒരു മാജിക് കൊണ്ട്, മെത്തേഡ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു പുതിയ പ്രതീക്ഷ, ഒരു പുതിയ ചേഞ്ച്, പുതിയൊരു ഹോപ്പ് അവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നീട് എന്താ വെച്ചാൽ വേറൊരു സിസ്റ്ററുടെ മോൾ ഇത് പഠിച്ചു, 2 പേര് 3, 4 പേര് പഠിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയിൽ നിന്ന് 6-7 പേര് ഇത് ചെയ്യുകയും അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആവുകയും അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ പറയും. അപ്പൊ അവരുടെ മക്കളൊക്കെ പറയുന്നത് വെച്ചാൽ മക്കളൊക്കെ പറയുന്നത്, നിങ്ങൾ ടാപ്പ് ചെയ്യണം, നിങ്ങൾ ഹീൽ ചെയ്യണം. അതിനിടയിൽ ഒരു ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞ എൻ്റെ സിസ്റ്റർ, ഇന്ന് സ്കൂൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവധി ലഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അപ്പൊ സർ വിഷ്വല് ചെയ്യണം, ഒരു നിങ്ങൾ കാര്യം വിഷ്വൽ കൂടെ ഞാൻ ചെയ്താൽ മതി, പറയട്ടെ. നിങ്ങൾ ടാപ്പ് ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സാറ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. Yeah. എനിക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത പോലെ മോർണിംഗ് ക്ലാസ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതിൽ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ മുന്നേ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഇതുപോലെ റിവ്യൂസ് പറയുന്ന ആളുകളെ ഇതുപോലെ കേൾക്കുമല്ലോ, സത്യം പറഞ്ഞാൽ അന്ന് എനിക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ നല്ലോണം ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ഇതിലുള്ള ഒരുപാട് ആളുകൾക്ക് അത് ഉണ്ടാവാം. അപ്പൊ എനിക്കറിയില്ല ഇനി എനിക്ക് മാത്രമാണോ എന്നറിയില്ല. പക്ഷെ അന്ന് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ റിവ്യൂ പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ സത്യം വിചാരിക്കും, ഇവർ ശരിക്കും ബിസിനസ് അല്ലേ ചെയ്യുന്നത്? അപ്പൊ ഇവരെന്നെ ആളെ നിർത്തിയിട്ട്, നമ്മൾ കാണുന്നില്ലല്ലോ ആളെ, അപ്പൊ ഇവരെന്നെ ആളെ നിർത്തിയിട്ട് ഇവരെന്നെ പറയിപ്പിക്കുകയാണോ, ഇവർക്ക് നന്നായിട്ടുണ്ട്, ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നെ സാർ നിനക്ക് ഇതൊക്കെ ഇങ്ങനൊക്കെ സംഭവങ്ങളുണ്ട്, അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, അതിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു ബിസിനസ് അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാല്, ഇത് സാറിന് ഇതൊരു ബിസിനസ് ആണെങ്കിൽ കൂടി നമുക്കത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ, ലൈഫ് എത്രയോ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെന്തിനാണ് സാറിന്റെ ബിസിനസിനെ പറ്റി നമ്മൾ ആലോചിക്കുന്ന ആവശ്യം? നമുക്ക് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സാർ ബിസിനസ് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല, നമുക്കത് നന്നായിട്ട് മാറ്റം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ ആൾക്കാർ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവാം, ഈ അവരങ്ങനെ ചെയ്യണതാണോ ഇങ്ങനെ ചെയ്യണതാണോ എന്നൊക്കെ. പക്ഷെ നമ്മൾ മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരാളല്ല, എന്റെ സിസ്റ്റർ ഉണ്ട്, അവര് ഇതിൽ ജോയിൻ ചെയ്തതാണ്. പിന്നെ ഉമ്മക്കൊക്കെ ഒരുപാട് സാറിന്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ട്. ഉമ്മക്ക് പക്ഷെ ശരിക്കും ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഉമ്മക്ക് അത്ര അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇത് എങ്ങനെ ഓൺ ചെയ്തിട്ട് കേട്ടിരിക്കൽ എങ്ങനെയാന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് മാത്രം കേട്ടിരിക്കുന്നുള്ളൂ ഇപ്പൊ ഉമ്മക്ക്.
അപ്പോ ഇത് ശരിക്കും അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളവരെല്ലാരും വന്നോളൂ, ഇങ്ങനെ ആരെയും നിർത്തി പറയിപ്പിക്കുന്നതല്ല. കറക്റ്റായിട്ട് ലൈഫിൽ ചേഞ്ചസ് വന്നിട്ട് തന്നെയാണ് ശരിക്കും നമ്മളൊക്കെ ഈ പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഷെയറിങ് സുബൈന. സുബൈന അതേപോലെ നമ്മളുടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. സുബൈനയുടെ സ്റ്റോറി എനിക്കറിയാം. നല്ല എന്താ പറയാ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലും പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെയാണ് നിന്നിരുന്നത്. അതിൽ നിന്ന് വന്നു, പിന്നെ സിസ്റ്ററെ കൊണ്ടുവന്നു, പിന്നെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു. അങ്ങനെ ലൈഫിൽ ഇപ്പൊ അടുത്ത നാളെ ഉമ്മയും വരുന്നു. തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ ഒരു ഞങ്ങളുടെ എന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി എന്നെ ആദ്യം സ്വയം ചേഞ്ച് ചെയ്ത് പിന്നെ മറ്റുള്ളവരുടെ കുടുംബത്തിലുള്ളവർക്കും ഇതേപോലെ ഇതൊരു ഉപകാരമാവട്ടെ, റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് അവരെയും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതെനിക്കൊരു ഉപജീവന മാർഗം തന്നെയാണ്. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്, ഇതെനിക്കൊരു ഉപജീവന മാർഗം തന്നെയാണ്. പക്ഷെ ഒരു നല്ല ഉപജീവന മാർഗം, അതായത് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഗുണം ലഭിക്കുന്നു. അത് നല്ല രീതിയിൽ പരമാവധി ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ ചെയ്യാൻ പറഞ്ഞു. എന്നോട് എത്രയോ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ, ഈ മെഡിറ്റേഷൻ എന്താ ഫ്രീ ആയിട്ട് കൊടുക്കുന്നേ? ഷാഫി, നിനക്ക് പൈസ ഉണ്ടാക്കാൻ അറിയില്ല, നിനക്ക് പൈസ ഉണ്ടാക്കിക്കൂടെ? ഇതെന്തിനാ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നേ? ഈ മെഡിറ്റേഷൻ എന്തിനാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ക്ലാസ് മാത്രം കൊടുത്താൽ പോരെ? നീ ക്ലാസ്സിൽ തന്നെ എത്ര അറിവുകളാ കൊടുക്കുന്നത്? ഫ്രീ ആയിട്ട് മോർണിംഗ് ക്ലാസ്സിൽ എത്ര അറിവുകളാ കൊടുക്കുന്നത്? നീ ഇങ്ങനെ ചിന്തിച്ചാ പോരാ. എന്റെ ഒരു ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് സംസാരിച്ചതാണ്. എനിക്കിതൊക്കെ എന്താ വെച്ചാല് പൈസ ആക്കിയിട്ട് പൈസക്ക് കൊടുത്തൂടെ? ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഒരുപാട് നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പാവപ്പെട്ട ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രയാസം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ, അവർക്കും ഇതിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, അവരുടെയും ലൈഫിൽ ഉണ്ടാവട്ടെ. അതും കൂടെ ഒരു പ്രാർത്ഥനയല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ അവരുടെ പ്രാർത്ഥനകളും അവർക്ക് നമ്മൾ കൊടുക്കുന്ന പകർന്നു കൊടുക്കുന്ന അറിവുകളിലൂടെയും സംഗതികളിലൂടെയും ഉപകാരം ലഭിക്കും. ഈ മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് ആരും നൽകുന്നില്ല. ഇതുപോലെ മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് കേരളത്തിൽ ആരും ഇങ്ങനെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും ഹോസ്റ്റ് ചെയ്തിട്ട് നൽകുന്നില്ല. അപ്പൊ അത് നമ്മൾ നൽകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞതിന് ശേഷം ഹീലിംഗ് സെഷൻ ഉണ്ട്. നമ്മുടെ കോഴ്സിൽ തന്നെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ചിലപ്പോൾ ഇത്രയൊന്നും ചാർജ് ചെയ്താൽ പോരാ, ഇത് ഇങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല, ഇതിങ്ങനെ എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, എടോ ചിലപ്പോൾ ഇതായിരിക്കാം ഇതിന്റെ നിലനിൽപ്പ്, ഇതായിരിക്കാം എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ്, ഇതായിരിക്കാം എന്റെ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പരമാവധി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ സമയം മാറ്റിക്കൂടെ, ഹീലിംഗിന്റെ സമയം നമുക്കൊന്ന് ഉച്ചയ്ക്കാക്കാൻ പറ്റുമോ? ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മനസ്സിലാവുന്നുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ മോർണിംഗിലെ മെഡിറ്റേഷൻ എന്ന ടൈം ഒന്ന് മാറ്റാൻ പറ്റുമോ? അപ്പൊ ആക്ച്വലി നിങ്ങൾ പറയുന്നത് പോലെ മാറ്റാൻ താല്പര്യമുണ്ട്, നൽകാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്തുണ്ട്, ഓരോരുത്തർക്കും ഓരോ സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ചർച്ച ചെയ്ത് പതിയെ പതിയെ മാറ്റാൻ സാധിക്കുന്നു, പതിയെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഇനിയും ഇതിന്റെ മെഡിറ്റേഷൻ രാവിലെ കിട്ടുന്നതുകൊണ്ടാണ് അന്നത്തെ എനർജി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കും. അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. എന്റെ മരണം വരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുള്ള എനിക്ക് ഉറപ്പാണ്. എനിക്ക് നിങ്ങളെ അത്രക്ക് ഉപകാരമാണ് ചെയ്യണത്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എന്തായാലും എന്താ വെച്ചാൽ പ്രാർത്ഥിക്കുക. അതാണ് എനിക്ക് വേണ്ടത്. എന്ന് വെച്ചാല് നിങ്ങളുടെ നല്ല പ്രാർത്ഥനകള്, നല്ല ഉദ്ദേശം, നല്ല സപ്പോർട്ട്, ആ ഒരു ഇതുണ്ടായാൽ മതി. കാരണം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ എല്ലാവരുടെയും ലൈഫിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ചെയ്യാൻ മുന്നോട്ട് പോകും. അപ്പൊ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഈ 6 മണിക്കത്തെ മെഡിറ്റേഷൻ ഭയങ്കര ഒരു കിട്ടലായിരിക്കും. അന്നത്തെ ഞങ്ങൾക്കുള്ള ഒരു എനർജിയാണ്. തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടരുന്നത്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ വെച്ചാൽ ഇത് എങ്ങനെ തുടരും, എങ്ങനെ മുന്നോട്ട് നമ്മള് സുബഹി നിസ്കരിച്ച് നമ്മളെ ഓത്തുന്നതൊക്കെ കഴിഞ്ഞാണ്ട് ഈ മെഡിറ്റേഷൻ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള പണിക്ക് നിൽക്കുള്ളൂ. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സും ഉണ്ട്, ക്ലാസ്സിലും ക്ലാസ് നാളെ വരും, നിങ്ങളെ കാണണം. അത് ഞാൻ നാളെ തീർച്ചയായിട്ടും വരും. തീർച്ചയായും. അതേപോലെ തന്നെ മറിയം മാം നാളെ വരിക, നാളെ നമുക്ക് കാണണം. വരൂലേ? വരിക കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. നാളെ വരണം. നാളെ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. കാലിക്കറ്റ് അവിത് വരുന്നുണ്ടോ? ഓക്കെ, വരുന്നുണ്ട്. അപ്പം അതെ, എല്ലാവർക്കും ഒന്ന് കാണാം അല്ലെ? ഇവിടെ ഇങ്ങനെ ഡെയിലി കാണുന്ന ലൈക്ക് മാമിനെയും അതേപോലെ പാലക്കാട്ടെ കുറച്ച് പ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പോയാലൊന്ന് കാണാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാരും വരിക. പറഞ്ഞോളൂ.
നമുക്ക് പരിചയപ്പെടണം. പരിചയപ്പെടണം, നമ്പർ വാങ്ങണം, നമുക്ക് വിളിക്കണം, നമുക്ക് പരിചയപ്പെടണം, നമുക്ക് മരണം വരെ ഇതേമാതിരി ഇങ്ങനെ പോവും വേണം. അത് നല്ല സാറിന്റെ ഉദ്ദേശത്തിൽ നമുക്ക് വരാൻ സാധിക്കട്ടെ. സാധിക്കട്ടെ. അതെ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പൊ അതാണ് എന്താ വെച്ചാൽ ഇതിലൊരു കാര്യം എന്താ വെച്ചാല് നമ്മൾ പരസ്പരം നമ്മൾ നാളെ വരുന്ന സമയത്ത് ആ ഒത്തുകൂടലുണ്ടല്ലോ, ആ ഒത്തുകൂടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കാണുമ്പോൾ അതിൽ ചർച്ച ചെയ്യും, അതിലുള്ള കാര്യങ്ങൾ പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു നല്ല ബന്ധം ഉണ്ടാവുകയാണ്, ഒരു നല്ല സൗഹൃദം ഉണ്ടാവുകയാണ്. ആ സൗഹൃദം എന്ന് പറയുന്നത് സാധാരണ സൗഹൃദം പോലെയല്ല. വിഷമങ്ങൾ പങ്കുവെക്കാനും പരസ്പരം ഹീല് ചെയ്യാനും. ഇപ്പൊ കണ്ടില്ലേ ജുവൈൻ ഇതിനൊരു പ്രത്യേകത രസമുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഒരു സുഹൃത്ത് ഹീലിംഗിൽ കിട്ടിയാല് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജുവൈനന്റെ സഹോദരിയെ കൊണ്ടുവന്നു. അപ്പൊ ഒരു സുഖം എന്താ വെച്ചാല് ജുവൈനക്ക് ഇപ്പം ഈ വിഷയങ്ങളിൽ എല്ലായ്പ്പോഴും എന്നെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളെ വിളിച്ചോളണമെന്നില്ല, ഞങ്ങൾ തിരക്കിലാവും അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ. പക്ഷെ നിങ്ങൾക്കൊരു സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സുഹൃത്തിനോട് കൂടുതൽ പറയാം, കൂടുതൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും സംസാരിക്കാം. അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ മറ്റേ സുഹൃത്ത് എന്ത് ചെയ്യും, ഹീലിംഗ് അറിയുന്ന സുഹൃത്താണ്, ആ അറിയുന്ന സുഹൃത്ത് എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ വിഷമത്തിൽ നിന്ന ഒരാളാണ്. അപ്പൊ വിഷമത്തിലുള്ള നിന്ന ഒരാൾക്ക് വേറൊരാളുടെ വിഷമം കേൾക്കാനും മനസ്സിലാക്കാനും അതിനു വേണ്ടിയിട്ട് പഠിച്ചതനുസരിച്ച് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര ഒരു സേഫ് സ്പേസ് ആണത്. അതൊരു വല്ലാത്ത സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ആ സപ്പോർട്ടിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമെ ചെറിയ റേറ്റിൽ തന്നിട്ട് പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ട് സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യാന്ന് പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്കിംഗ് സെഷൻ തന്നെ അവിടെ ഉണ്ടാവും. ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു സെഷനും കൂടെ നമ്മൾ അവിടെ ഉൾപ്പെടുത്തും. നിങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തുന്ന സ്പീഡ് ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെ അവിടെ ഉണ്ടാവും. പരസ്പരം പെട്ടെന്ന് പരിചയപ്പെട്ട് നമ്പറുകൾ വാങ്ങുകയും കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു സാഹചര്യം നമുക്ക് അവിടെ ഉണ്ടാവണം. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ അവിടെ നിന്ന് ലഭിക്കണം. എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും പല പാലക്കാട് ഭാഗത്തു നിന്നുള്ളവര്, അതേപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നുള്ളവര്, തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ളവര്, കാസർഗോഡ് പല ഭാഗത്തു നിന്നും ആൾക്കാർ വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രോഗ്രാമിൽ തന്നെ കോഴിക്കോടിലേക്ക് തന്നെ നമുക്ക് കൊല്ലം, ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് വരെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ മറക്കരുത്, നാളത്തെ സെഷനിൽ എന്തായാലും വരും, പ്രോഗ്രാമിൽ വരിക, നേരിട്ട് പങ്കെടുക്കുക, ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുക. അബിത മാം എവിടെ സ്ഥലം, നിങ്ങൾ എവിടെയാണ് സ്ഥലം? പെരിന്തൽമണ്ണ. രജിസ്റ്റർ ചെയ്തിട്ടില്ല സാറേ. രജിസ്റ്റർ ചെയ്തിട്ടില്ല? അപ്പൊ രജിസ്റ്റർ എന്തായാലും ചെയ്യണം. ഇന്ന് വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ 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 ഓക്കെ. രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ അറിയാലോ? നമ്പർ അറിയോ? അറിയാം. എന്തായാലും ഇന്ന് രജിസ്റ്റർ ചെയ്യാം. കാരണം 2 സീറ്റേ ഉള്ളൂ. കാരണം അധികം സീറ്റ് ഇല്ല. സീറ്റ് 2 സീറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ പിന്നെ എന്ന് വെച്ചാൽ സീറ്റ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവരുത്. മനസ്സിലായല്ലോ? അത് പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യട്ടോ. അന്ന് തന്നെ വിളിച്ചിട്ട് എന്താ വെച്ചാൽ പേയ്മെന്റ് ഒക്കെ അടച്ചിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സൗകര്യമാവും. അപ്പൊ ആ ലെവലിൽ ചെയ്യും. അപ്പൊ പിന്നെ നമ്മളുടെ എന്ന് വെച്ചാൽ മെഡിറ്റേഷന്റെ റെക്കോർഡ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റെക്കോർഡ് കിട്ടുമോ എന്ന് വെച്ചാല് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ റെക്കോർഡ് നമ്മൾ എന്ന് വെച്ചാൽ ഒരു മെഡിറ്റേഷൻ നമ്മൾ ഈ ഒരു റെക്കോർഡ് നമ്മൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യൂല. അപ്പോ അത് സ്ഥിരമായിട്ട് ചെയ്യാത്തത് ഒരു പ്രശ്നമാണ്. അപ്പൊ സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു കൂട്ടമായിട്ട് ഒരുമിച്ചിരുന്ന ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണെന്നോ എന്നും കൂടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വലിയ റിസൾട്ടാണ്. അപ്പൊ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യണം. ഹീലിംഗിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കും. നാളെ ഹീലിംഗ് നടക്കാൻ പോകണം കാലിക്കറ്റ് വെച്ചിട്ട്. ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പാണ്. ഹീലിംഗ് ആണ് മെയിൻ. ഈ ഹീലിംഗ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീലിംഗ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വല്ലാണ്ട് കുറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, ഹീലിംഗിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ദേഷ്യം വല്ലാണ്ട് കുറയും. അതേപോലെ തന്നെ നമ്മളുടെ ട്രോമകൾ, പ്രശ്നങ്ങൾ, സംഗതികളിൽ നിന്ന് നമുക്ക് ട്രിഗർ ചെയ്യുന്നത്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, പെട്ടെന്ന് സങ്കടം വരുന്നത്, ഇതൊക്കെ മാഞ്ഞു പോകും. നമുക്ക് വല്ലാത്തൊരു സമാധാനത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വല്ലാത്തൊരു സമാധാനമുള്ള, അതുപോലെ സ്പിരിച്വാലിറ്റി, ആത്മീയത വർദ്ധിക്കും. നിങ്ങളുടെ എനർജി ഹയർ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ അസുഖങ്ങൾ മാറും. പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പല അസുഖങ്ങളും മാറുന്നതിലേക്ക് എന്താ വെച്ചാൽ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ സ്ട്രെസ് മാറുമ്പോൾ ആ സ്ട്രെസ്സിൽ നിന്ന് ആ അസുഖങ്ങളും മാറിപ്പോകുന്നു. പല അസുഖങ്ങളും സ്ട്രെസ്സിലൂടെയാണ്. അപ്പൊ നാളെ അത് വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, എങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അത് നമുക്ക് അവിടെ ഷെയർ ചെയ്യാം.
അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. രജിസ്ട്രേഷൻ ആയിരുന്നു ചോദിച്ചത് ഷമീഹ രജിസ്ട്രേഷൻ ആണോ ചോദിച്ചത്? മനസ്സിലായല്ലോ. സമയം മാറ്റുമോ എന്നാണ് രജിസ്ട്രേഷൻ. എന്താണ്? ഓക്കെ, ഇന്ന് ആഫ്റ്റർനൂണിന് ഉള്ളിൽ ചെയ്താൽ മതിയോ രജിസ്ട്രേഷൻ? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഇന്ന് ആഫ്റ്റർനൂണിനുള്ളിൽ ചെയ്താൽ മതി രജിസ്ട്രേഷൻ. സമീഹ പറഞ്ഞതുപോലെ തന്നെ സമീഹ വരാൻ കഴിയില്ല എന്ന് വിചാരിച്ച സമീഹ അതാ പ്രോഗ്രാമിന് വരികയാണ്. കൺഗ്രാറ്റുലേഷൻ. ഞാൻ പറഞ്ഞില്ലേ എത്തുമോ എന്നുള്ളത്. അപ്പോ പറഞ്ഞോളൂ സമീഹ. എനിക്ക് ഫണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിനോ പറഞ്ഞപ്പോ അവരെനിക്ക് കടായിട്ട് തന്നതാണ്. അപ്പൊ ഞാൻ എങ്ങനെയും പ്രോഗ്രാം മിസ്സാക്കാതെ എത്താന്നുള്ള രീതിയിൽ ആ പൈസ വാങ്ങിയിട്ട് വരികയാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുക. കാരണം അതിനെന്താ കുഴപ്പം? ഇറ്റ് ഡസന്റ് മാറ്റർ. നമുക്ക് കാര്യം നടന്നാൽ പോരെ. നമ്മൾ അത് വെച്ചാല് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് എത്ര കണ്ടത് അത്യാവശ്യമുണ്ട്, എത്ര കണ്ട് നമുക്ക് ആവശ്യമുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. നമുക്കൊരു ഹോസ്പിറ്റലിൽ എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കും. അത് അങ്ങനെയാണ് ലൈഫിൽ നമ്മളുടെ നല്ല അവസരങ്ങൾ വരുമ്പോൾ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചോദിക്കുക. ആ ഹെൽപ്പ് ഒരാൾ ചെയ്തു തരുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് മറിയുന്നു. ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഈ ഒരു പ്രശ്നം, നിങ്ങൾ അവിടെ വരുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, വിഷയങ്ങൾ ക്ലിയർ ചെയ്യുന്നു, സംഗതികളൊക്കെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഇനി വിടുന്ന അങ്ങോട്ട് നിങ്ങൾ ഇപ്പൊ എത്രയാണോ എമൗണ്ട് വാങ്ങിച്ചു അതിനേക്കാട്ടിലും 100 ഇരട്ടി എമൗണ്ട് സമ്പാദിക്കാനുള്ള അറിവും കഴിവും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു തിരിച്ചുവരവാണ് നമുക്ക് വേണ്ടത്. ആ തിരിച്ചുവരവിലേക്കാണ് നമ്മൾ എത്തുന്നതൊക്കെ. നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ ലൈഫിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുക എന്നുള്ളത് നമുക്കൊക്കെ ഇപ്പൊ ഷമീഹ നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം എന്റെ ലൈഫിൽ 2011 ഞാൻ നിന്നൊരു അവസ്ഥയാണ്. ഞാൻ എന്റെ ഒരു സ്റ്റോറി ഞാൻ ഇവിടെ ജസ്റ്റ് എന്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാം. ഇതിനു മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ സ്റ്റോറി ഞാൻ ഇന്നലെ ഇവിടെ എന്റെ ടീം മെമ്പേഴ്സിൽ ഇവിടെ നമ്മളുടെ പ്രോഗ്രാമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2011 ഇതിനു മുൻപ് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് 2011 എന്റെ അവസ്ഥ. ആ 2011 ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ലൈഫിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അങ്ങനെ പ്രതിസന്ധിയിൽ നിന്നിട്ട് 2011 എന്റെ അവസ്ഥ ഇതാണ്. ഉത്തരവാദിത്ത ബോധമില്ല, വലിയ മുടിയൊക്കെ നീട്ടി വളർത്തി, ഈ രൂപത്തിൽ എന്താ വെച്ചാല് 23 വയസ്സുള്ള പ്രായത്തിലാണ്. എന്ന് വെച്ചാൽ 23-22 വയസ്സുള്ള പ്രായത്തിൽ 2 ലക്ഷത്തോളം കടം വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്ത് ബിസിനസ് ചെയ്താലാ രക്ഷപ്പെടാൻ അറിയില്ല. അങ്ങനെ വല്ലാണ്ട് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് 21-22 വയസ്സുള്ള സമയത്താണെന്ന് വെച്ചാൽ ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു മേഖല പരിചയപ്പെടുകയാണ്. 2011 ഡോക്ടർ PP വിജയൻ സാറിന്റെ ഒരു ക്ലാസ് ഇതേപോലെ ഒരു ക്ലാസ് എന്ത് ചെയ്യണം, അതിന്റെ പരസ്യം കാണുന്നു. ഞാനൊരു അക്ഷയ സെന്റർ ഒക്കെ നടത്തിയിട്ട് എന്താ വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കടത്തിൽ കയറി നിൽക്കുകയാണ്. അപ്പം അന്നത്തെ എന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്താ വെച്ചാൽ ക്ലാസ് ഡോക്ടർ PP വിജയൻ സാറുടെ ക്ലാസ് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് മാറണം. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല അന്ന് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തല്ല, വിദ്യാഭ്യാസം സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്റെ ലൈഫിൽ ഒരു മാറ്റമില്ല, എനിക്ക് സാമ്പത്തികമാണ്. അപ്പോൾ ഉടനെ ഞാൻ എന്താ വെച്ചാൽ തീരുമാനമെടുത്തു. എന്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക. അപ്പൊ ആ ടേണിംഗ് പോയിന്റിൽ പിന്നീട് എന്താ വെച്ചാൽ എനിക്ക് എന്റെ മേഖലയിൽ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് അറിവുണ്ട്, എനിക്ക് പഠിക്കാൻ അറിയാം. എന്നോട് പലരും ചോദിച്ചിരുന്നു ഗവൺമെന്റ് ജോലിക്ക് പോയിക്കൂടെ നിനക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, അതിനുള്ള അറിവും കഴിവും ഉള്ള ഒരാൾ, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ജോലികളോ കാര്യങ്ങളോ സംഗതികളോ എനിക്കൊന്നും സന്തോഷം ഉണ്ടായിരുന്നില്ല, സമാധാനം ഉണ്ടായിരുന്നില്ല, തൃപ്തി ഉണ്ടായിരുന്നില്ല, റിസൾട്ട് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ എന്റെ മേഖലയിലേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിനിങ് മേഖല സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചറിയായിരുന്നു, ഞാൻ എന്നെ കണ്ടെത്തുകയായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉഴലി നടക്കുന്ന ഒരാളായിരുന്നു. സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ എനിക്കൊരു പർപ്പസ് കിട്ടുകയായിരുന്നു. ഞാൻ ആവേണ്ടത് ഇതാണ്, എന്റെ മേഖല ഇതാണ്, എനിക്ക് ഈ ഒരു മേഖലയിലൂടെ പഠിക്കാൻ പറ്റും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പഠനമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ അതിനുശേഷം ഒറ്റയടിക്ക് ഒരു 4 വർഷത്തോളം പഠനം തന്നെ, നിരന്തരം പഠനം. അങ്ങനെ പഠനത്തിന്റെ പഠനം പഠിക്കുകയും ചെയ്യും, അതിന്റെ കൂടെ ജോലി ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് വെറും ഒറ്റ ദിവസം കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് എന്റെ തലവര മാറി എന്നുള്ളത്. 1.5 മണിക്കൂർ കൊണ്ട് എന്ന് വെച്ചാൽ
എൻ്റെ കംപ്ലീറ്റ് ബ്രെയിനും ചേഞ്ച് ആയി, അല്ലെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് ചിന്തകളും ചേഞ്ച് ആയി പോയി. കാറ്റിൽ പറത്തി, എൻ്റെ കോൺഫിഡൻസ് ലെവൽ മാറി, എൻ്റെ ക്ലാരിറ്റി മാറി, എനിക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടിത്തുടങ്ങി. കാരണം ഒരൊറ്റ തെറാപ്പി, ഒറ്റ സെഷൻ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1.5 മണിക്കൂർ തന്നെ എൻ്റെ കണ്ണ് തുറപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജീവിതം ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, നമുക്ക് വേണ്ടതെല്ലാം ആയിത്തീരാൻ പറ്റും. അതിനൊക്കെ ഒരു വഴികളുണ്ട്, അതിനൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്. പല വിജയിച്ചിട്ടുള്ള ആൾക്കാരും അതാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇതൊന്നും അറിയാതെ അങ്ങനെ നടക്കുകയാണ് എന്നുള്ള ഒരു റിയാലിറ്റി തിരിച്ചറിഞ്ഞു. ആ റിയാലിറ്റി തിരിച്ചറിഞ്ഞതാണ് എന്താ വെച്ചാല് എന്നെ രക്ഷപ്പെടുത്തി കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? എന്നെ രക്ഷപ്പെടുത്തിയ ഒരു കാര്യം എന്താ വെച്ചാൽ ആ റിയാലിറ്റി തിരിച്ചറിഞ്ഞു എന്നുള്ളത്. ആ റിയാലിറ്റിയിലേക്ക് എന്താ വെച്ചാല് വരാൻ എനിക്ക് സാധിച്ചു. ആ റിയാലിറ്റിയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. ഇപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാല് യു ക്യാൻ ആൾസോ കം ടു ദ എന്താ പറയുക, ഇതിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരാം, ഈ പ്രോഗ്രാമിലേക്ക് വരിക. അപ്പൊ 2011 ഒറ്റ സെഷൻ തന്നെ ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര കാണുന്നു. ജസ്റ്റ് ഒന്ന് കാണിക്കാം, കുറച്ച് വർഷങ്ങൾ പോയിട്ടുള്ള യാത്രകൾ കാണിക്കാം. 2011 സംഭവിച്ചു. ആ ഒരൊറ്റ സെഷന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഒരൊറ്റ സെഷന്റെ ഇമ്പാക്ട് കൊണ്ട് ഇതാ എന്റെ രൂപ ഈ രൂപത്തിൽ നിന്ന് ഈ രൂപത്തിലേക്ക് മാറി. ഒരൊറ്റ പ്രോഗ്രാമാണ് എന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. ആ മുടിയെല്ലാം വെട്ടി, താടിയെല്ലാം ക്ലീൻ ഷേവ് ചെയ്തു, നല്ല വസ്ത്രം ധരിച്ചു, നല്ല രീതിയിൽ ബിസിനസ്സുകാർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി, വലിയ 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 സ്ഥാപനങ്ങളിൽ പോയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുക. അതായത് എൻ്റെ ഉള്ളിൽ ബ്ലോക്കായി കടന്നിരുന്ന എനിക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നു. അന്നും ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടായിരുന്നു, ഒരുപാട് വായിക്കുമായിരുന്നു, ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ഈ കഴിവ് പുറത്തേക്ക് വരില്ലായിരുന്നു. ഇതെല്ലാം അവിടെ ഉള്ളിൽ കിടക്കുമായിരുന്നു. ഇതെങ്ങനെ പുറത്തേക്ക് വരും എന്നുള്ളത് അറിയില്ല. കാരണം എൻ്റെ ഇമോഷണൽ ബ്ലോക്കുകൾ കാരണം, എൻ്റെ ട്രോമകൾ കാരണം ഇതെല്ലാം ബ്ലോക്കായി കിടക്കുമായിരുന്നു. നമ്മളെന്ന് ചില പ്രോഗ്രാമിൽ ചെന്നിരുന്നു, ആ തെറാപ്പി അങ്ങോട്ട് ചെയ്തോട് കൂടിയിട്ട് ഉള്ളിൽ നിന്ന് ചില ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിപ്പോയി. ആ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിപ്പോയപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഇതിലേക്ക് ഉരുൾപൊട്ടൽ വരുന്നത് പോലെ കഴിവ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവ്, ക്രിയേറ്റിവിറ്റി, അറിവ്, സംഗതികൾ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അത് ഒഴുകാൻ തുടങ്ങിയതോടുകൂടി പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. വരുന്ന അറിവിനെ മുഴുവൻ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. അത് ബേസ് ചെയ്തിട്ട് പ്ലാനിങ് ഉണ്ടാക്കി, ഐഡിയാസ് ഉണ്ടാക്കി, കാര്യങ്ങൾ ചെയ്ത് സംഗതികൾ ഐ ബിക്കേം എ ടോട്ടലി ന്യൂ പേഴ്സൺ. മനസ്സിലാവുന്നുണ്ടോ? കഴിവുകൾ ഉണ്ടെങ്കിലും അതിങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പൊ സമീഹ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സമീഹ പറയുന്നത് വെച്ചാൽ കഴിവുണ്ടെങ്കിലും ഏത് രീതിയിൽ പുറത്തെടുക്കണം എന്നറിയില്ല. അപ്പൊ അത് പുറത്തെടുക്കണം എന്നറിയാത്തതെന്ന് വെച്ചാൽ ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. അത് അങ്ങോട്ട് പൊട്ടിയാലേ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിയാണ്ടല്ലോ, ആ ബ്ലോക്ക് പൊട്ടി കഴിഞ്ഞ് പിന്നെ ഇതെങ്ങനെ പുറത്തെടുക്കണം എന്നുള്ള വഴികൾ നിങ്ങളുടെ മൈൻഡിൽ വരാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും നിങ്ങൾ. സോ കം ടു ദ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യു ലൈക്ക് എനിത്തിങ്. ഓക്കെ, സബീഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒന്നും വിഷ്വൽ ചെയ്യാൻ പറ്റുന്നില്ല സർ, ഒന്നും വിഷ്വൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരൂ, വിഷ്വൽ ചെയ്യാനുള്ള സംഗതികൾ നമുക്ക് പഠിക്കാം. വറീഡ് ആവണ്ട, നിങ്ങൾ പ്രോഗ്രാം രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് വരൂ സബീഹ. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാം പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിനു മുൻപ് ചെയ്ത ആൾക്കാരുണ്ടാവും, അവർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാൽ എനർജി വീണ്ടും കണക്റ്റഡ് ആവാൻ, കാരണം നമ്മളൊക്കെ ഡിസ്കണക്റ്റഡ് ആയി പോകും. അങ്ങനെ എനിക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് സംഭവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ പിന്നെ ഇതാണ് അവസ്ഥ. പിന്നെ കംപ്ലീറ്റ്ലി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവിടെയുള്ള ഹോസ്പിറ്റൽസിലും നഴ്സിംഗ് കോളേജുകളിലും പരിചരിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനും മറ്റുള്ള സ്കൂളുകളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോയി തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂസ് 2014 ക്ലാസ്സുകൾ എടുത്ത് യാത്രകളായി. പിന്നെ വിദേശത്തു നിന്നുള്ള വലിയ വലിയ പരിശീലകരുടെ ആൾക്കാരുടെ കീഴിൽ ട്രെയിനിങ് കഴിഞ്ഞു. കയ്യിന് ആക്സിഡന്റ് ആയിട്ടേ കൈ മുറിഞ്ഞ് കിടക്കുക. അപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ വെച്ചാല് ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അഡ്മിറ്റ് ആയി കിടന്നിരുന്ന, വണ്ടി ആക്സിഡന്റ് ആയിട്ട് അഡ്മിറ്റ് ആയി കിടന്നിരുന്ന ഞാൻ ഡോക്ടറെ കാണാതെ അഡ്മിഷൻ മെല്ലെ അവിടെ നിന്ന് മുങ്ങിയതാണ്. എന്തിന്? പഠിക്കാൻ വേണ്ടിയിട്ട്. ലൈഫിൽ എന്ന് വെച്ചാൽ ഈ അറിവുകൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ബാംഗ്ലൂർ നടന്നപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. നല്ല അവസരം, ഞാൻ പറഞ്ഞല്ലേ, മൂവേഴ്സും നോൺ മൂവേഴ്സും ഉണ്ട്. എൻ്റെ മെന്റർ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട് എൻ്റെ മൈൻഡിലേക്ക്. ഈ ഒരു വിദേശികളായിട്ടുള്ള, ഈ വിദേശത്തിൽ നിന്നുള്ള US-ൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള വലിയ പരിശീലകർ, ഹീലേഴ്സും മെന്റേഴ്സുമായിട്ടുള്ള ട്രെയിനേഴ്സുമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ആദ്യമായിട്ട് വലിയൊരു പ്രോഗ്രാം ബാംഗ്ലൂർ നടക്കുകയാണ്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ തലേ ദിവസമാണ്, 2 ദിവസം മുൻപാണ് എനിക്ക് ആക്സിഡന്റ് ആയത്.
ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിന്ന എനിക്ക് ഞാൻ എൻ്റെ കയ്യിന്റെ പരിക്കൊന്നും നോക്കിയില്ല. എനിക്ക് ഇതൊരു അവസരം കിട്ടുന്നതാണ്, മൂവറായേ പറ്റൂ. എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് കയ്യിന് പരിക്ക് പറ്റിയിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റ് ആണ്, ഞാനൊന്നും നോക്കിയില്ല. എനിക്ക് എനിക്ക് ഡിസ്ചാർജ് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു? സത്യം പറയാലോ, അവിടുന്ന് മുങ്ങി എന്ന് തന്നെ പറയാം. എനിക്കറിയാം എൻ്റെ കൈയിന്റെ അവസ്ഥയ്ക്ക് പ്രശ്നങ്ങളും സംഗതികളും ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ വന്ന് കാണാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണാം, എനിക്കത് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാരണം അത്ര വലിയ എനിക്കത് ഒരു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ചാർജ് കിട്ടും. പക്ഷേ ആ ഒരു ദിവസം കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം ആ ഒരു ദിവസം കാത്തിരുന്ന ബാംഗ്ലൂരാണ് പ്രോഗ്രാം, എനിക്ക് പിന്നെ പ്രോഗ്രാം നടത്താൻ പറ്റില്ല. പിറ്റേ ദിവസം പ്രോഗ്രാം തുടങ്ങും. സോ ഞാൻ തലേ ദിവസം തന്നെ എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നീട് ഞാൻ വിളിച്ച് പറഞ്ഞു, ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്, എനിക്ക് പോകല്ലാതെ വേറെ വഴിയില്ല, നിങ്ങൾ ഡിസ്ചാർജ് തരുന്നില്ല, സോ ഐ ഹാവ് ടു ഗോ, ഞാൻ പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് വിളിച്ച് പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്. അതാണ് മൂവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഉണ്ട്. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിന് പോയതിനു ശേഷം പിന്നെ എനിക്ക് സംഭവിച്ച കാര്യം ഞാൻ പറയാം. അതുവരെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഞാൻ എടുക്കുമാറുണ്ടായിരുന്നെങ്കിലും ട്രെയിനിങ് സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് വലിയൊരു ബ്രേക്ക്, വലിയൊരു റിസൾട്ടിലേക്ക് എത്തിയത് എനിക്ക് ഈ പറഞ്ഞ ബാംഗ്ലൂർ പ്രോഗ്രാം ഞാൻ പങ്കെടുത്തതിന് ശേഷം എനിക്ക് വലിയ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ വിദേശത്ത് നിന്നുള്ള ആൾക്കാരുടെ ട്രെയിനിങ് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ 7 രാജ്യങ്ങൾ പിന്നീട് എന്താ വെച്ചാൽ പിന്നെ എൻ്റെ ലൈഫിൽ വലിയ ചേഞ്ചസ് ആ വന്നത്. പിന്നെ പ്രോഗ്രാമുകൾ ഞാൻ വീണ്ടും തുടർന്നു. കൈയ്യൊക്കെ പരിക്കൊക്കെ മാറി. ഈ സമയത്ത് പരിക്കേണ്ടത് റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ പരിശീലനം നേടാൻ പറ്റി. അദ്ദേഹത്തിന്റെ വൈഫാണ് സൈഡിലുള്ളത്, സൈഡ് അദ്ദേഹമാണ്. പങ്കെടുക്കാൻ പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ ലോകത്തെ നമ്പർ 1 വെൽത്ത് കോച്ചിന്റെ അണ്ടറിൽ പരിശീലനം ലഭിക്കാൻ പറ്റി. അങ്ങനെ ഇതെല്ലാം പഠിച്ചതിന് ശേഷം പിന്നീട് വിദേശത്തേക്ക് യാത്രകൾ തുടങ്ങി, വിദേശ പ്രോഗ്രാമുകൾ ചെയ്യാൻ തുടങ്ങി. യു എയിലും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ഒമാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം പോയിട്ട് എന്താ വെച്ചാൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹ്യൂജ് ലെവലിൽ ലൈഫ് മാറി തുടങ്ങി. ദുബായിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ടീമാണിത്. ഞാൻ എന്നും ഗ്രേറ്റ്ഫുൾ ആണ് ഇവർക്ക്, വലിയൊരു ടീം. അങ്ങനെ ഇവര് ഈ ഒരു ടീമിലുള്ള ആൾക്കാർ കൂടിയിട്ട്, ദുബായിലുള്ള ടീമിലുള്ള ആൾക്കാർ കൂടിയിട്ട് വലിയൊരു ലിവാനിയോ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കമ്പനി, ലിവാനിയോ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പോലെ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അവരൊക്കെ വലിയ നല്ല രീതിയിലേക്ക് ഇപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരാളെ അറിയാം, നിങ്ങളൊക്കെ പരിചയമുള്ള ഒരാളുണ്ട്, ഹാരിഷ് അലി എന്ന് പറയുന്ന, അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹരീഷ്. അതായത് മധുരിഫിക്കേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് ചാനലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഹരീഷ് അലി എന്ന് പറയുന്ന ആള് നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വന്നിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന വലിയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള, ഞാൻ അന്ന് വ്ളോഗുകളൊക്കെ 2015 വ്ളോഗ് ചെയ്യുന്നതൊക്കെ കണ്ട് നല്ല രീതിയിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന, വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നല്ല സുഹൃത്താണ്. അപ്പം അവരൊക്കെ ഇപ്പൊ നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ആൾക്കാരുടെ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഹാരിഷ് അലി, വ്യത്യസ്തമായ ആൾക്കാരുടെ കഥകൾ പറയുന്ന ഒരാളാണ്. കണ്ടിട്ടില്ലേ യൂട്യൂബ്? അപ്പം അവരുടെയൊക്കെ എന്താ വെച്ചാൽ ആ ലൈഫിലൊക്കെ വലിയ മാറ്റങ്ങൾ, അദ്ദേഹമൊക്കെ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവരാണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ലൈഫിൽ വലിയ മാറ്റത്തിന് എന്താ വെച്ചാൽ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോ പിന്നീട് ഞാൻ എന്താ വെച്ചാൽ ഒരു ബുക്ക് എഴുതി. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ, ഇതാണ് എൻ്റെ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വിഷൻ ബോർഡ് 2011. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് മാറി മറിയും. ഇതിനുശേഷം വേറെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു, ഞാൻ അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോ നിങ്ങളുടെ ലൈഫ് മാറി മറിയാനുള്ളതാണ്. നാളെ അതിനുള്ള ഒരു അവസരമാണ്. വരിക, ലൈഫ് ചേഞ്ച് ചെയ്യുക. ബി എ മൂവർ, ചലിക്കുക. കാലിക്കറ്റിലേക്ക് നാളെ ചലിക്കുക. ഓക്കെ, ചലോ കാലിക്കറ്റ്, അതാണ് പറയാനുള്ളത്. നാളെ കാലിക്കറ്റിലേക്ക് നിങ്ങൾ ചലിക്കുക, നിങ്ങൾ അവിടെ വരിക, നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് എന്തെങ്കിലും കൊണ്ടുവരുന്നു, എന്നിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് എന്തെങ്കിലും നമ്മൾ മാറ്റിമറിക്കും. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ജേർണി വി ഷുഡ് ഓൾ ഹാവ്. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷം പിന്നെ തിരിഞ്ഞുപോക്ക് നമുക്കില്ല. പിന്നെ നമ്മൾ പഴയ ആളല്ല. പിന്നെ നമുക്ക് അറിയാം എന്താണ് നമ്മുടെ പ്രശ്നം, നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഫിക്സ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമിൽ വന്നതിന് ശേഷമുള്ള ഈ മോർണിംഗ് ക്ലാസ്സിൽ വന്നാൽ കിട്ടില്ല. അത് നിങ്ങൾ ലൈവായിട്ട് നേരിട്ട് തന്നെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ ഫീസിൽ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ 5000-6000 രൂപയൊക്കെ വാങ്ങുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഒരു ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന
ഹോട്ടൽ എക്സ്പെൻസ് മാത്രം കവർ ചെയ്യുന്ന രൂപത്തിലേക്ക് 1499 രൂപ നമ്മൾ എന്ത് ശാല എടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ വേറൊരു അവസരം കൂടെ നൽകുകയാണ്. നിങ്ങൾ നമ്മളുടെ ഹീലിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾ അവിടെ വരുന്ന കാര്യങ്ങൾ പഠിക്കുന്ന ഹീലിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ അതൊരു കാരണമാകും. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അവിടെയുള്ള ഒരു എനർജി, അതെല്ലാം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആസ്വദിക്കാനും നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാനും അത് സഹായിക്കും. തീർച്ചയായിട്ടും മറക്കാതെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം. കം ടു ദ പ്രോഗ്രാം, ചേഞ്ച് യുവർ ലൈഫ്, ലെറ്റ്സ് ബിൽഡ് ദിസ്. നമുക്ക് വലിയൊരു ലെവലിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ മറക്കാതെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വരിക കേട്ടോ. പ്രോഗ്രാമിലേക്ക് വന്നിട്ടെന്ന് വെച്ചാൽ വലിയൊരു ചേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വരണം, പങ്കെടുക്കണം. പിന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാഠം, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് അറിവുകളാണ്. എന്താണ് ഒരു നമ്മളുടെ ലൈഫിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട അറിവുകൾ എന്താ, അത് ഏതെല്ലാം രീതിയിൽ നിങ്ങളെ മാറ്റിമറിക്കും. പ്രധാനപ്പെട്ട ഒരു അറിവാണ് മനസ്സിനെ കുറിച്ച് പഠിക്കുക. മനസ്സിനെ കുറിച്ചുള്ള പഠനം. സൈക്കോളജിക്കലി നമ്മൾ എന്താ വെച്ചാൽ മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. കാരണം മനസ്സാണ് നമ്മളെ മാറ്റിമറിക്കും. നമ്മുടെ മനസ്സിനുള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, ആരും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന് തിരിച്ചൊരു കമന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാനാഞ്ചിറ എത്തിയാൽ അവിടുന്ന് എങ്ങനെ ഹോട്ടലിൽ എത്തും? മാനാഞ്ചിറ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓട്ടോറിക്ഷയ്ക്ക് 1.5 കിലോമീറ്ററോളം നിങ്ങൾ ഉണ്ടോ. നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. റഷീദാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയ്ക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ള ഈ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, ഈ ഒരു പോസിറ്റീവ് വൈബ്, ഇത് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാ മാറാതിരിക്കുക? ഞാനൊരു പ്രവാസിയാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെ പങ്കെടുക്കാം? ഷാനി പ്രവാസിയാണെങ്കിൽ ഇങ്ങോട്ട് വരിക, അതാണുള്ളത്. നമുക്ക് നിങ്ങൾ എവിടെ, ദുബായിലാണോ ഷാൻ? നമുക്ക് ഓൺലൈനിൽ പങ്കെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓൺലൈനിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു കോഴ്സ് ഉണ്ട്, 30 days പ്രോഗ്രാം ഉണ്ട്. അത് എല്ലാ മാസവും 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. ഓക്കെ, 10 days പ്രോഗ്രാം. ഇപ്പോൾ കഴിഞ്ഞ ബാച്ച് ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും കൂടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരിക, വന്നിട്ട് എന്ത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ലിസ്ന. യെസ്, പേഴ്സണൽ കൗൺസിലിംഗ് നമുക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ ചെയ്യാം. അത് ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൂം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പറഞ്ഞതുപോലെ ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക്, നിങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വന്നോളൂ. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള സംഗതികളാണെങ്കിൽ അത് ഉപയോഗിക്കാം. സോ എനിവേ, അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിനെ കുറിച്ച് പഠിക്കും. മനസ്സിനെ കുറിച്ച് പഠിക്കുന്നിടത്താണ് നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളുടെ മൈൻഡാണ് നമ്മുടെ ചിന്തകളാണ് നമ്മളെ നയിക്കുന്നത്. ബുധൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ഓൾ ദാറ്റ് വി ആർ ഇസ് ദ റിസൾട്ട് ഓഫ് what we have thought. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ എന്താണോ ചിന്തിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ. what we think we become. all that we are is the result of what we have thought. നമ്മൾ ഇത്രയും കാലം എന്താണോ ചിന്തിച്ചത് അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, നമുക്കുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടായത്. what we think we become. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ ആയിത്തീരും. അടുത്ത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ഇവരൊക്കെ മൈൻഡിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഇവർ പറഞ്ഞത് എന്താണ്? ഇവർ പറഞ്ഞത് തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻസ്, ആക്ഷൻസ് ബിക്കം ഹാബിറ്റ്സ്, ആൻഡ് ഹാബിറ്റ്സ് ബിക്കംസ് യുവർ ക്യാരക്ടർ, ആൻഡ് ക്യാരക്ടർ ക്രിയേറ്റ്സ് യുവർ ഡെസ്റ്റിനി. അതായത് നിങ്ങളുടെ ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവർത്തികളായി മാറുന്നു, പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവം രൂപീകരിക്കുന്നു, സ്വഭാവം നിങ്ങൾക്ക് വിധി നിർണ്ണയിക്കുന്നു. സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിപ്പ്. ഈ സ്വഭാവം, നിങ്ങളുടെ കയ്യിലിരിപ്പ്, അത് എവിടെ നിന്നാണ് തുടങ്ങിയത്? അതാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പൊ ആ വിധി എവിടെ നിന്നാ? അപ്പൊ നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ മടിയുള്ളവരാണ്, അത് നമ്മുടെ സ്വഭാവമാണ്. മടി പിടിച്ചിരിക്കുന്ന സ്വഭാവമാണ് അല്ലേ? ചില ആൾക്കാർക്ക് അതൊരു സ്വഭാവമാണ്. ചില ആൾക്കാർ ദേഷ്യം പിടിക്കൽ അത് അയാളുടെ സ്വഭാവമാണ്. അയാൾ ദേഷ്യംകാരനാണ്, അയാൾ ഭയങ്കര ദേഷ്യക്കാരിയാണ്, ഭയങ്കര ധിക്കാരിയാണ്, ധിക്കാരം ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവമൊക്കെ എവിടെ നിന്നാ വന്നത്? നമ്മളുടെ
ശീലങ്ങളിൽ നിന്നുള്ള. ശീലങ്ങൾ എവിടെ വന്നത്? പ്രവർത്തികളിൽ നിന്ന്. പ്രവർത്തികൾ എവിടെ വന്നത്? നമ്മുടെ വാക്കുകളിൽ നിന്ന്. നമ്മൾ നമ്മളോട് എന്താണ് പറയുന്നത്, നമ്മൾ നമ്മളോട് എന്താ സംസാരിക്കുന്നത്, അതെവിടെ വന്നത്? നമ്മുടെ ചിന്തകളിൽ നിന്ന്. നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നു, അത് നിങ്ങളോട് പറയുന്നു, ആവർത്തിച്ച് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പ്രവർത്തികളെ അത് പ്രവർത്തികളെ അല്ലെ നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെ. ഇന്ന് എണീക്കണം, ഇന്ന് എണീറ്റിട്ട് ഇത്ര മണിക്ക് ജോലിക്ക് പോകണം എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ജോലിക്ക് പോകും. അവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രതികരിക്കാം, ഞാൻ അങ്ങനെ പ്രതികരിക്കും, ഞാൻ അങ്ങനെ മറുപടി പറയും എന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മറുപടി പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അവൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി പറയും. എന്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ സ്നേഹിക്കും. എന്റെ ഹസ്ബൻഡ് എന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കാം. എന്റെ മക്കൾ എന്നെ ഇങ്ങനെ നമ്മളെല്ലാം നമ്മളോട് സംസാരിച്ചിട്ടാണ്, നമ്മളോടുള്ള സംസാരം ചേഞ്ചാണ്, നമ്മുടെ ചിന്തകൾ ചേഞ്ചാണ്. ഈ ചിന്തകളാണ്, നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുന്നു. മനസ്സിനെ കുറിച്ച് പഠിക്കലാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരാൾ പഠിക്കേണ്ട വിദ്യാഭ്യാസം. നമ്മൾ സ്കൂളിൽ പോയത് എന്തിനാ? ജീവിതത്തിൽ വിജയിക്കാനല്ലേ. എന്നിട്ട് സ്കൂളിൽ ഈ ഒരു വിഷയം പഠിച്ചോ? നിങ്ങൾ മനസ്സിനെ കുറിച്ച് വല്ല പരീക്ഷ എഴുതിയോ? മനസ്സിനെ കുറിച്ച് നിങ്ങൾ വല്ലതും പഠിച്ചോ? ഇല്ല. എങ്ങനെ സന്തോഷവാനാകണം എന്നുള്ളത് പഠിക്കണം. അടുത്ത വിഷയം അതാണ്. എങ്ങനെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഇരിക്കാം എന്നുള്ളത് പഠിക്കണം. അത് മനസ്സിനെ കുറിച്ച് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. മനസ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ സഞ്ചരിക്കുക. അതിനു വേണ്ടിയിട്ട് അറിവ് എവിടെയാണെങ്കിലും പോയിട്ട് നേടണമെന്ന് പറയാം അല്ലെ. പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ചൈനയിൽ പോയിട്ടാണെങ്കിലും വേണ്ടിയില്ല, അറിവ് നേടണം, അറിവ് നേടണം, അറിവ് തേടണം, അറിവ് തേടണം. ചൈനയിൽ പോയിട്ടാണെങ്കിലും വേണ്ടിയില്ല, അറിവ് തേടണം. അത് നമ്മൾ എന്ത് വെച്ചാൽ അറിവ് തേടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് നേടിയെടുക്കുക, സ്വന്തമാക്കുക. മനസ്സിലായല്ലോ? അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എത്ര ദൂരം. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ ലോകം പരക്കണം, ഈ ലോകത്ത് നിങ്ങൾ പരക്കണം എന്നാണ്. ഇത് രണ്ടും പറഞ്ഞത് എന്താ? അറിവാണെങ്കിലും ശരി, നിങ്ങളുടെ സമ്പത്ത് സമ്പാദിക്കാനാണെങ്കിലും ശരി, അതായത് നിങ്ങളുടെ വരുമാന മാർഗത്തിനാണെങ്കിലും നിങ്ങൾ ഈ ലോകത്ത് പരക്കണം, യാത്ര ചെയ്യണം. ഹിജ്റ പോകാൻ പറഞ്ഞത് എന്തിനാണ് പ്രവാചകൻ ഹിജ്റ പോകുന്നത്? നിങ്ങൾക്കൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നിന്നിട്ട് അവിടെ നിന്നിട്ട് കാര്യമായിട്ട് വലിയ നേട്ടങ്ങളോ മാറ്റങ്ങളോ റിസൾട്ടോ നിങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ യാത്ര പോകുക. അതാണ് സന്ദേശം. ചലിക്കാൻ ഇവരൊക്കെ പറഞ്ഞ്, മഹാന്മാരായിട്ടുള്ള മഹൽ വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചലിക്കണം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ ചിലപ്പോൾ നടക്കൂല അല്ലേ. എന്താണ് അല്ലേ? ചില ആൾക്കാർ ഇതിലെ എല്ലാ മതങ്ങളിലും ഉണ്ട്, എടുത്ത് നോക്കൂ അല്ലെ. ഹിന്ദു മതവിശ്വാസ പ്രകാരം കാട്ടിലേക്ക് യാത്ര പോയില്ലേ? യാത്രകളാണ്. സത്യങ്ങളെ തേടി, നമ്മൾക്കുള്ള അറിവിനെ തേടി യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്നവർക്ക് ലഭിക്കും. ഇപ്പൊ കോഴിക്കോട്ടിലേക്ക് വരിക, സീക്രട്ട് മനസ്സിലാക്കാൻ, ലൈഫിന്റെ മധുരം മനസ്സിലാക്കാൻ, സ്നേഹം തൊട്ടറിയാൻ, നിങ്ങൾ തേടുന്ന സത്യത്തെ തിരിച്ചറിയാൻ, നിങ്ങളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ സന്തോഷവും സമാധാനവും അറിവും സംഗതികളും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇന്ന് പ്രോഗ്രാമിലേക്ക് നാളെ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. സോ ഇറ്റ് ഷുഡ് ബി നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കുള്ള, പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു അവസരമായിട്ട് എന്ത് ചെയ്യണം? കാണണം. ആ അറിവുകൾ തേടണം. അപ്പൊ മനസ്സിനെ കുറിച്ച് പഠിക്കുക, ഹീലിംഗ് ചെയ്യാൻ പഠിക്കുക. അതാണ് അടുത്ത ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട അറിവുകളുടെ. മനസ്സിനെ കുറിച്ച് എങ്ങനെ മനസ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ള സൈക്കോളജി മാത്രം പഠിച്ചാൽ പോരാ. ഇതെങ്ങനെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന ബ്ലോക്കുകള്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രോമയിൽ നിന്നുണ്ടായിട്ടുള്ള നമ്മളുടെ ഉള്ളിൽ കടഞ്ഞുകൂടിയിട്ടുള്ള കുറെ ബ്ലോക്കുകൾ. ഈ ബ്ലോക്കുകൾ എന്താണ്? നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് നമ്മുടെ ദേഷ്യമാണ് അല്ലേ? അല്ലേ? ബന്ധങ്ങൾ നശിപ്പിച്ചത് അതല്ലേ? അതല്ലേ? സ്നേഹക്കുറവുണ്ടാക്കിയത് അതല്ലേ? നിങ്ങളുടെ പിടിവാശിയല്ലേ? നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന എന്താ വെച്ചാല് കുറെ വാക്കുകൾ ഉണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ ദേഷ്യം ഇങ്ങനെ വല്ലാണ്ട് പിടിവാശി കാണിക്കുന്നവരെ പറയും കുയിന്താണെന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്. അങ്ങനെ ഒരു വാക്ക്, അതായത് നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. ഭയങ്കര പിടിവാശിയാണെന്ന് പറയുന്നത്. ഓക്കെ, ഒക്കെ ഭയങ്കര അതാണ്, അല്ലെങ്കിൽ ഇതാണ്, ഇങ്ങനെ. അപ്പൊ അതായിരിക്കാം നമ്മളെ നശിപ്പിച്ചത്. നമ്മുടെ പിടിവാശികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചെറിയ സംഗതികൾ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക്. അപ്പൊ ഓരോ ഇത്തരത്തിലുള്ള സംഗതികളല്ലേ ഇതൊക്കെ എവിടുന്ന് വരും? നമ്മുടെ ഭാഷകളല്ലേ, പിടിഭാഷ അല്ലെ. അപ്പൊ അതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള സംഗതികളാണ് നമ്മൾ എന്ന് വെച്ചാല് ജീവിതത്തെ ദുഃഖപൂർണമാക്കിയത്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? നമുക്ക് താല്പര്യമില്ല ദേഷ്യം പിടിക്കാൻ.
നമുക്ക് താല്പര്യമില്ല വിഷമിച്ചിരിക്കാൻ, നമുക്ക് താല്പര്യമില്ല ദുഃഖിച്ചിരിക്കാൻ, നമുക്ക് താല്പര്യമില്ല സങ്കടപ്പെട്ടിരിക്കാൻ, നമുക്ക് താല്പര്യമില്ല അസൂയയും കൊണ്ട് നടക്കാൻ, നമുക്ക് താല്പര്യമില്ല, നമുക്കൊരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം, പക്ഷെ പറ്റുന്നില്ല. എന്താ പറ്റാത്തതിന്റെ കാരണം എന്താണ്? പറ്റാത്തതിന്റെ കാരണം നമ്മളുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകളിൽ നിന്ന് അത് അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. അത് അവിടെ അത്രയ്ക്കും അനുഭവിച്ച് അതെല്ലാം കൂടെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് സത്യം ബോധ്യപ്പെട്ട് അതാണെന്ന് വിശ്വസിച്ച് വേറെ ഒരാൾ പറയുന്നതും ഇനി കേൾക്കാൻ വയ്യ, കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ സ്റ്റക്കായിട്ടുണ്ട്, നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്, നമുക്ക് തന്നെ അറിയാം. എന്നാലും നമ്മൾക്ക് എന്താ പരിഹാരം എന്നറിയില്ല, നമ്മൾ കുടുങ്ങിയിരിക്കുക. അതിനുള്ള പരിഹാരം, ഏകപരിഹാരം ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും അസൂയയും വെറുപ്പും വിദ്വേഷവും പകയും കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്ങും നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ എന്താ വെച്ചാല് വെള്ളമടിച്ചിട്ട് നല്ല ശക്തമായിട്ടുള്ള ഒരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളമടിച്ച് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ചൂലുപയോഗിച്ചിട്ട് തുടക്കുന്ന ക്ലീനിങ് മോപ്പ് ഉപയോഗിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ്ലി അങ്ങ് എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീൻ മൈൻഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വെച്ചു തരുമ്പോ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് ഹീലിംഗ്. അതിനെ പറയുന്നതാണ് ഹീലിംഗ് ഈസ് നത്തിങ് ബട്ട് ക്ലീനിങ്. ഇത് ക്ലീൻ ചെയ്യലാണ്. നിങ്ങൾ ഓരോ ദിവസവും പുറത്തിറങ്ങിപ്പോയി അകത്ത് വന്ന് ജോലി ചെയ്ത് വിയർത്ത് കുളിച്ച് അധ്വാനിച്ച് ദേഹത്തെല്ലാം വിയർപ്പും അഴുക്കും ആകുമ്പോൾ നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആവുന്നില്ലേ? ശരീരത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നില്ലേ? ചോദ്യം ഇതാണ്. നിങ്ങളുടെ മനസ്സിനെ കുളിപ്പിച്ചിട്ട് എത്ര കാലമായി? നമുക്കൊന്ന് കുളിപ്പിക്കാം. കൂട്ടമായിട്ട് മനസ്സിൽ നിന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഹോട്ടൽ CQN എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് വരും. നമുക്ക് എല്ലാവരും കൂടെ ചാടി കുളിക്കാം. അവിടുന്ന് ഹീല് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പ്യുവർ ആക്കിയിട്ട് തിരിച്ചു തരാം. പുതിയൊരു മനസ്സിനെ തരാം. കം ടു ദ പ്രോഗ്രാം. അത് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് യു ടു എക്സ്പീരിയൻസ്. യു ഗോ ആൻഡ് വിത്ത് യുവർ പ്യുവർ ശുദ്ധമായ മനസ്സോട് അവിടെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് ക്ലീൻ ചെയ്യാനുള്ള ടൂള് തരാം. ആ ബ്രഷ് തരാം, ആ ഹാർപ്പിക്കും സംഗതികളും കാര്യങ്ങളൊക്കെ തരാം. അണുക്കളെ മുഴുവൻ നീക്കിക്കളയാൻ. എന്നിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഇനി ഡെയിലി ക്ലീൻ ചെയ്യുക. രാവിലെ എണീറ്റിട്ട് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? ഇതേ എങ്ങനെയാണ്? ജസ്റ്റ് ടാപ്പ് ചെയ്ത് അവിടേക്ക് വരും. ഓരോ ഇഷ്യൂസിനെയും മനസ്സിലാക്കി അതിനെയൊക്കെ ഏത് രൂപത്തിൽ ഉപയോഗിക്കണം എന്നുള്ള സംഗതികൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കാം. അതിന്റെ മെക്കാനിസം അറിയണം, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അറിയണം, അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് അറിയണം, അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് അറിയണം, അതിന്റെ തേർഡ് സ്റ്റെപ്പ് അറിയണം, അതിന്റെ ഫോർത്ത് സ്റ്റെപ്പ് അറിയണം. എല്ലാ സ്റ്റെപ്സുകളും അറിഞ്ഞ് അതിന്റെ സൈക്കോളജി മനസ്സിലാക്കി അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ബോധ്യപ്പെടണം ഇതെങ്ങനെ വർക്ക് ചെയ്യും, ഇതെങ്ങനെ ഞാൻ ചെയ്യും, ഈ പ്രശ്നത്തിന് ഞാൻ എങ്ങനെ പറയണം, ഈ പ്രശ്നത്തിന് ഞാൻ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത്, ഈ പ്രശ്നം ഞാൻ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഓരോ പ്രശ്നങ്ങളെയും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അത് ചെയ്യാനുള്ള ഒരു പ്രതീക്ഷ, അത് ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സെൽഫ് ലവിന്റെ പ്രതീക്ഷയുടെ കിരണം നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കണം. സോ കം ടു ദ പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങൾ ലൈഫ് ചേഞ്ച് ചെയ്യാം. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളത്. ഐ എം സോ എക്സൈറ്റഡ്. നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളും എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. നമ്മുടെയൊക്കെ മൈൻഡിൽ നമ്മുടെയൊക്കെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഇതൊരു തുടക്കമാവട്ടെ, ഒരു റിസൾട്ട് ആവട്ടെ, ഒരു ചേഞ്ച് ആവട്ടെ, ഒരു മാറ്റമാവട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കൽ, അത് വേറെ വഴിയില്ല. ദാറ്റ് ഈസ് ദ ഓൺലി വേ ടു ഡു ഇറ്റ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോകാം. വലിയ ചേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇറങ്ങിത്തിരിക്കാം. അതിനു വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു റിസൾട്ട് വേണം. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹീലിംഗ്. എന്താണ് ഹീലിംഗ്? എങ്ങനെയാണ് ഹീലിംഗ് നടക്കുന്നത്? നിങ്ങളുടെ ഏത് പെയിനിൽ നിന്നും, ഇതിന്റെ ഒരു ഹീലിംഗിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏത് വേദനയിൽ നിന്നും നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവാം, പെട്ടെന്ന് പുറത്ത് കിടക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് ഹീൽ ചെയ്തിട്ട് കിടക്കാം. അപ്പോൾ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഹീലിംഗ് എന്നുള്ള കാര്യം, ട്രോമ ഹീലിംഗ്, അത് അറിയണം. അടുത്ത് പിന്നീട് എന്താ നിങ്ങൾ പഠിക്കേണ്ടത്? നല്ല ശീലങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് പഠിക്കണം. ശീലങ്ങളെ കുറിച്ച് പഠിക്കണം. നല്ല ശീലങ്ങൾ, നല്ല ചിന്തകൾ പറഞ്ഞു, നല്ല ശീലങ്ങൾ പഠിക്കണം. അതേപോലെ നിങ്ങളെന്ന് വെച്ചാൽ പല ടൂളുകളുണ്ട്, മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ടൂളുകൾ, അതിനെക്കുറിച്ച് പഠിക്കണം. നല്ല ചിന്തകൾ കൊടുക്കുന്ന രൂപത്തിൽ.
അപ്പോൾ ആ ഒരു നല്ല ശീലങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ട് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ടൂളുകൾ. റീപ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് ടൂളുകളുണ്ട്. വിഷ്വലൈസേഷൻ ടൂളുണ്ട്, അതേപോലെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിക്കണം. ഫ്യൂച്ചർ ജേർണലിംഗ് ടൂളുണ്ട്, അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ അഫർമേഷൻ ടൂളുകളുണ്ട്, അതേപോലെ തന്നെ സെൽഫ് ഹിപ്നോസിസ് ടൂളുകളുണ്ട്, അതേപോലെ അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടൂളുകളുണ്ട്. ആ ടൂളുകൾ ഓരോന്നും നമ്മൾ എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ NLP ടൂളുകളുണ്ട്, മൈൻഡ് പവർ ടൂളുകളുണ്ട്, അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന EFT ടൂളുകളുണ്ട്. അങ്ങനെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുകളുണ്ട്. ആ ടൂളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ റീവയർ ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്രോഗ്രാമിംഗ് നടക്കാം. നമ്മുടെയൊക്കെ ലൈഫ് നിയന്ത്രിക്കുന്ന ആരാന്നറിയും? നമ്മുടെയൊക്കെ ലൈഫ് നിയന്ത്രിച്ചത് ആരാ? ഇപ്പോഴത്തെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് ആരാ? നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കടത്തിവിട്ടതാരും. എങ്ങനെ അതവിടെ ചെന്നു? അറിയോ? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന പല ചിന്തകളും, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ മനോഭാവം എങ്ങനെ രൂപപ്പെട്ടു? നമ്മൾ തന്നെയാണെന്ന് പറയുന്നു സമീഹ. നമ്മൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണോ? എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? മറിയം പറയുന്നു നമ്മൾ തന്നെയാണ്. ആണോ? അല്ലാതെ ഞാൻ പറയുന്നു. നമ്മുടെ ചിന്തകളാണെന്ന് പറയുന്നു. അല്ല, നമ്മളല്ല, നമ്മുടെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നു. ഓക്കെ, ഏകദേശം കറക്റ്റാണ്. അത് മാത്രമല്ല, നമ്മുടെ ട്രോമകളാണെന്ന് പറയുന്നു. ഓക്കെ, ട്രോമകളാണ്. ഓക്കെ, വെരി ഗുഡ്. അത് മാത്രമല്ല, എന്നാലും കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ആൻസറിലേക്ക് വന്നിട്ടില്ല. നെഗറ്റീവ് ചിന്തകളാണെന്ന് പറയുന്നു. അല്ല, അതൊക്കെ തന്നെയാണ്, പക്ഷെ പൂർണ്ണമായിട്ട് മൈൻഡ് മനസ്സാണെന്ന് പറയുന്നു. അല്ല, ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, ശരിയാണ്. പക്ഷെ ഈ മനസ്സ് ആരുണ്ടാക്കി തന്നു? ഈ നെഗറ്റീവ് ഇമോഷൻസ് ആര് തന്നു? എങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചു? ഈ ട്രോമകൾ നിങ്ങൾക്ക് സംഭവിച്ചത് എങ്ങനെ? എവിടെ നിന്ന് കിട്ടി? സറൗണ്ടിങ്സ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ചെറുപ്പത്തിലുള്ള കാഴ്ചപ്പാട്. ചെറുപ്പത്തിൽ ആരാണ് നിങ്ങൾക്ക് തന്നത്? അതാണ് ചോദ്യം. ആരാണ് തന്നത്? എവിടെ നിന്ന് ലഭിച്ചു? അതെ, പാരന്റിങ്. നമ്മുടെ മാതാപിതാക്കൾ തന്നു. റഷീദ് ഉത്തരം പറഞ്ഞു. നമ്മുടെ ഫാമിലി തന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചു. ഫാമിലി മാത്രമല്ല, നമ്മുടെ പാരന്റ്സ് മാത്രമല്ല, നമ്മുടെ അധ്യാപകര് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന്റെ വിധി നിർണയിക്കുന്ന ഒരു അവസ്ഥയിൽ എന്ത് വെച്ചാൽ നമ്മളുടെ അനുഭവങ്ങൾ. യെസ്, വെരി ഗുഡ്. ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ, 8 വയസ്സിന് താഴെയുള്ള പ്രായത്തിനുള്ളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ, 15 വയസ്സിനുള്ളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ. ആദ്യഘട്ടം 8 വയസ്സിനുള്ളിലാണ്. 8 വയസ്സിനുള്ളിൽ നിങ്ങളുടെ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഈ സംഗതികൾ, കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുഭവിച്ചതുകൊണ്ടാണ് ആ ലൈഫിൽ വലിയ മാറ്റങ്ങളുണ്ടായത്. അപ്പൊ ആ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? തിരുത്തി എഴുതണം. അത് തിരുത്തി എഴുതിയേ പറ്റൂ. അത് തിരുത്തി എഴുതാനുള്ള അവസരമാണ് നാളെ. സോ കം ടു ദ പ്രോഗ്രാം, ചേഞ്ച് യുവർ ലൈഫ്. നാളത്തെ പ്രോഗ്രാമിലേക്ക് വരിക. അത് നമുക്ക് തിരുത്തി എഴുതണം. അവിടെ എഴുതിയിട്ടുള്ള കുറെ കാര്യം, അവരെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ, അവരിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെ തിരുത്തി എഴുതാം. നാളെ പ്രോഗ്രാമിലേക്ക് വരിക. എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും മോർണിംഗ് ഹീലിംഗ് സെഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആ ഹീലിംഗ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവട്ടെ. നാളെ പ്രോഗ്രാം എന്നാൽ നാളത്തോടു കൂടി തീരല്ല. നിങ്ങൾ നമ്മളുടെ ഒരു ലൈഫ് ടൈം ഹീലിംഗ് ക്ലബ് ഉണ്ട്. ആ ഹീലിംഗ് ക്ലബിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. അത് എല്ലാ ദിവസവും ഇന്നുണ്ട്. ഇന്ന് നമ്മുടെ കോഴ്സിലേക്ക് വന്നിട്ടുള്ള, മീറ്റപ്പിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയാണ് ഹീലിംഗ്. ലൈവ് ആയിട്ടുള്ള ഹീലിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഓരോ ഇഷ്യൂസും ഓരോ പ്രശ്നങ്ങളും നമുക്ക് എടുത്ത് ഹീൽ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് നാളെ നിങ്ങൾ എന്ന് വെച്ചാൽ വരിക. എന്നിട്ട് എന്ത് വെച്ചാൽ പങ്കെടുക്കുക, ആ ബെനിഫിറ്റ്സ് ഉപയോഗിക്കുക. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ നാളെ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. നാളെ നമ്മുടെ പ്രോഗ്രാമിന്റെ തിരക്കിലായിരിക്കും. സോ കം ടു ദ പ്രോഗ്രാം, ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സോ സീ യു നാളെ പ്രോഗ്രാമിൽ കാണാം. മറക്കരുത്, എന്തായാലും വരണം കേട്ടോ. അപ്പൊ ആരൊക്കെ വരും? വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നീ ഒന്ന് കമന്റ് ചെയ്യാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മറക്കരുത്, അവസരമാണ്. വരും എന്നുള്ളത്. യെസ്, ട്രെയിനർ നിശ്ചയത്ത് പറയുന്നു. വെരി ഗുഡ്. ഫൈസൽ ബാബു വരും എന്ന് പറയുന്നുണ്ട്. മറിയം മാം വരുന്നു. ചന്ദ്രൻ സാർ വരുന്നുണ്ട് പറയുന്നുണ്ട്. യെസ്, റഷീദ് ക വരും. ദെൻ വി ഹാവ് മൈമുനത്ത് മാം വരും. യെസ്, അതേപോലെ തന്നെ ലൈക്ക് മറിയം വരും. സമീഹ വരും. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സമീഹ അങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് എത്തി. സമീഹ ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ, എത്തും എന്ന് പറഞ്ഞാൽ എത്തും. അത്രയും ആഗ്രഹിച്ച ആളാണ്. ഷമിയ വന്നിട്ട് എന്തായാലും എന്നെ നേരിട്ടൊന്ന് കാണണം കേട്ടോ.
ഒരു ഹായ് പറയണം, സംസാരിക്കണം, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫൈസൽ പറയുന്നു വരും, വെരി ഗുഡ്. ബഷീർ പറയുന്നു ഇൻഷാല്ലാ വരും. ഓക്കെ, വെരി ഗുഡ്. ബഷീർ വരും. യെസ്, വെരി നാളെ ഗുഡ്. തനിയായിട്ട് എല്ലാവർക്കും കാണണം. തീർച്ചയായിട്ടും നാളെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദിവസമാണ്, നമുക്കൊന്ന് ആഘോഷിക്കാം, നമുക്ക് എനർജി നമുക്കൊന്ന് വർദ്ധിക്കാം. എനർജി, അതെ. അപ്പം വരാതിരിക്കുന്നവർക്കൊക്കെ അടുത്ത പ്രോഗ്രാമിൽ വരാനുള്ള ഒരു അത്രയ്ക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവട്ടെ. നാളെ തന്നെ വരാനുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവട്ടെ. വരാത്തവർക്കൊക്കെ വലിയ നഷ്ടമാണ്. വരിക, ചിന്തിച്ച് നിൽക്കേണ്ട. നാളെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കേട്ടോ. കം ടു ദ പ്രോഗ്രാം. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു ഷബീഹ, താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, താങ്ക് യു. നെക്സ്റ്റ് പ്രോഗ്രാം എന്നായിരിക്കും? അത് എന്നായിരിക്കും? ഷഫ്ന സിദ്ദീഖ് നാളെ തന്നെ വരും. നിങ്ങൾ ഷഫ്ന കേട്ടോ, നാളെ പ്രോഗ്രാമിലേക്ക് എന്തായാലും ഷഫ്ന വരും. വിഷ്വലൈസ് ചെയ്യാം, ഷഫ്ന വന്നിരിക്കും. ഓക്കെ, വിഷ്വലൈസ് ചെയ്യുക. ഇരുന്ന് ഇങ്ങനെ കണ്ണിൽ മനസ്സിൽ ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ടേ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്നതും കോഴിക്കോട് വരുന്നതും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നോട്ട് ചെയ്തെടുക്കുന്നതും ഹീലിംഗ് ചെയ്യുന്നതും തെറാപ്പി ചെയ്യുന്നതും ഒക്കെ മനസ്സിൽ, ക്ലാസ്സിൽ നേരിട്ട് കേൾക്കുന്നതും ഒക്കെ ഒന്ന് മനസ്സിലൊന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ, സുബൈദ പറഞ്ഞ കാസർഗോഡിയാൽ വരും. അപ്പൊ ഇത് ഈ രൂപത്തിൽ മനസ്സിൽ വിഷ്വൽ ചെയ്താൽ മതി, കണ്ടാൽ മതി, മനസ്സിൽ നിന്ന് കണ്ടാൽ മതി. അപ്പൊ സുബൈദ നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് എത്തും കേട്ടോ. സുബൈദ മാം പ്രോഗ്രാമിലേക്ക് വരും. കം ടു ദ പ്രോഗ്രാം കേട്ടോ. സോ മനസ്സിലൊക്കെ കാണുക, കാശൊക്കെ റെഡിയാവും. ഇത് അങ്ങനെയാണ് റെഡിയാവുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് വരും. വിഷ് യു ഓൾ ദി വെരി പ്രോഗ്രാം. താങ്ക് യു ഷൈനി, താങ്ക് യു സോ മച്ച് ഷൈനി ജോയൽ, താങ്ക് യു സോ മച്ച് ജോയിനിങ്. സീ ടുമോറോ, നാളെ മറക്കരുത്. 2 more seats, 2 സീറ്റ്സും കൂടിയേ ഉള്ളൂ. അങ്ങനെയാണ് അവസരം ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് ബുക്ക് ചെയ്യുക. സീറ്റ് വേണമെന്ന് വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. സോ താങ്ക് യു, താങ്ക് യു. ആലോചിച്ച് നിൽക്കരുത്, പെട്ടെന്ന് വിളിച്ചിട്ട് പറയാം കേട്ടോ. സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക, വേഗം ബുക്ക് ചെയ്യുക, വരിക കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. താങ്ക് യു സർ. താങ്ക് യു.